എന്നാൽ IVF അല്ലെങ്കിൽ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നതിനും ഈ പറഞ്ഞ പോലെ നമ്മൾ വലിയ സജ്ജീകരണങ്ങൾ വേണം. അതിൻ്റെ തിയേറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് പൈസ ചിലവുള്ളതും അതിനേക്കാട്ടിലും ഉപരി അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. അപ്പം നമ്മളൊരു IVF ലാബ് തുടങ്ങി അല്ലെങ്കിൽ കുറച്ച് കേസ് ചെയ്യുന്നു എന്ന് പറയുന്നതല്ല. നല്ല ലാബായിരിക്കണം, ബെസ്റ്റ് ഫെസിലിറ്റി ആയിരിക്കണം, ബെസ്റ്റ് എക്യുപ്മെൻ്റ് ആയിരിക്കണം, ബെസ്റ്റ് മാൻ പവർ ആയിരിക്കണം. അപ്പം അങ്ങനെ അതും നമ്മൾ ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. നമ്മളെ കൊണ്ടാകും. ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം 1 year ആയിട്ട് ഒരുമിച്ച് താമസിച്ച് ഭാര്യ ഭർത്താക്കന്മാർ കുഞ്ഞുങ്ങളെ വേണം എന്ന് വിചാരിച്ച് ഒരുമിച്ച് താമസിച്ചിട്ടും ഗർഭധാരണം നടക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മളൊരു ഇൻഫെർട്ടിലിറ്റി എന്ന് പറയും. സോ അതിൻ്റെ അർത്ഥം IVF എന്നല്ല. IVF എന്ന് പറയുന്നത് നമ്മളൊരു സെപ്പറേറ്റ് ആണ്. അപ്പോൾ ഇൻഫെർട്ടിലിറ്റിക്ക് ഒരുപാട് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഹസ്ബൻഡിന് സെമൻ കൗണ്ട് കുറവാണ്, അതുകൊണ്ടാണ് കുഞ്ഞുണ്ടാകാത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് അവർക്ക് മരുന്ന് കൊടുത്ത് കുറച്ച് ശരിയാക്കാൻ പറ്റും. അതുപോലെ വൈഫിന് പിന്നെ നമ്മൾ ഓവുലേഷൻ നടക്കുന്നുണ്ടോ, അല്ലെ ട്യൂബിന് പ്രോബ്ലം ഉണ്ടോ, ഗർഭപാത്രത്തിന് പ്രോബ്ലം ഉണ്ടോ എന്നിവയെല്ലാം നോക്കി. അപ്പം ആദ്യമൊക്കെ കുറച്ച് മെഡിസിൻ കൊടുത്താൽ ഉപകാരപ്പെടും. പക്ഷേ പ്രോബ്ലം ഉള്ളവർക്ക്, സപ്പോസ് സ്ത്രീകൾക്ക് സിസ്റ്റ് ഉണ്ട്, അപ്പോൾ ഓവറിൽ സിസ്റ്റ് കൊണ്ടാണ് അവൾ ഗർഭധാരണം നടക്കാത്തതെന്ന് വെച്ചാൽ സിസ്റ്റ് നമ്മൾ ലാപ്രോസ്കോപ്പി വഴി മാറ്റുമ്പോൾ കുറേ പേരൊക്കെ അങ്ങ് ഗർഭധാരണം നടക്കും. അപ്പം ഞാൻ പറയുന്നത് നമുക്ക് ഓരോന്നിനും ഓരോ ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ യൂട്രസ് ഫൈബ്രോയിഡ് ഉണ്ട്, അപ്പോൾ അതിനെന്ത് ട്രീറ്റ്മെൻറ്റാണ്? ഫൈബ്രോയിഡ് മാറ്റിയാൽ അവർ സ്വയമേ അങ്ങ് ഗർഭധാരണം നടക്കും. സോ എന്ത് പ്രോബ്ലം കൊണ്ടാണ് ഗർഭധാരണം നടക്കാത്തത് എന്ന് നോക്കി ആ പ്രോബ്ലത്തിന് നമ്മൾ ചികിത്സിക്കണം. അപ്പോൾ അതൊക്കെ നമ്മൾ ഇപ്പോൾ 1 വർഷമോ 2 വർഷമൊക്കെ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പം മിക്കവരും ഒരു 75% ആളുകളും ട്രീറ്റ്മെൻറ്റിൽ, സാധാരണ ട്രീറ്റ്മെൻറ്റിൽ അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പിയിലൊക്കെ അങ്ങ് പ്രഗ്നൻ്റ് ആകും. പക്ഷേ ഇതിലൊന്നും ആകാത്തവർക്കാണ് ലാസ്റ്റ് ചോയ്സാണ് IVF എന്ന് പറയുന്നത്. ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്നാണ്. അതായത് നമ്മൾ ഫെർട്ടിലൈസേഷൻ ശരീരത്തിൻ്റെ ബോഡിയുടെ പുറത്ത് വെച്ച് ചെയ്യുന്നു. അതായത് അണ്ടബീജ സങ്കലനം, ഒരു ഗർഭിണിയാകുന്നത് സ്ത്രീയെ അണ്ടവും കൂടെ ചേർന്ന്, അത് ഫലോപ്പിൻ ട്യൂബിൽ വെച്ചാണല്ലോ, അണ്ടവാഹിനി കുഴലിൽ വെച്ചാണ് നടക്കുന്നത്. അപ്പം നല്ലൊരു അണ്ടവാഹിനി കുഴലുണ്ടെങ്കിൽ നല്ല അണ്ടവും വേണം, നല്ല ബീജവും വേണം, ഉണ്ടെങ്കിൽ മാത്രമേ ഫലോപ്പിൻ ട്യൂബിൽ വെച്ച പ്രക്രിയ നടക്കുകയുള്ളൂ. അപ്പം അത് ബ്ലോക്ക് വരുന്നു. ഇപ്പോൾ സപ്പോസ് ചിലപ്പം ട്യൂബ് ബ്ലോക്കാണ്, അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും പ്രഗ്നൻസി സാധാരണഗതിയിൽ ഉണ്ടാകത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമ്മൾ വെളിയിൽ വെച്ച് ബീജസങ്കലനം നടത്തി ഭ്രൂണമാക്കി ഗർഭപാത്രത്തിൽ വെച്ച് കൊടുക്കുന്നു. അതാണ് ഒരു ട്രീറ്റ്മെൻറ്റ്. രണ്ടാമത് IVF എന്ന് പറയും. അതായത് നമ്മൾ അപ്പോൾ ഇത് അണ്ടബീജ സങ്കലനം ഒരു ഡിഷിൽ അല്ലെ ട്യൂബിൽ വെച്ചാണ് നമ്മൾ വെളിയിൽ വെച്ച് നടത്തുന്നത്. അപ്പോൾ ചിലർക്ക് ഹസ്ബൻഡിന് സ്പേം ഒന്നുമില്ല, അല്ലെങ്കിൽ വളരെ കുറച്ചേ ഉള്ളൂ. അപ്പം നമ്മൾ അങ്ങനെയുള്ളപ്പം ഈ അണ്ടവും ബീജവും ഒരു ഡിഷിനകത്ത് ഇട്ടാൽ ബീജത്തിൻ്റെ നമ്പർ കുറവാണ്, തനിയെ ഫെർട്ടിലൈസേഷൻ നടക്കുകയില്ല. അപ്പം നമ്മൾ എന്തോ ചെയ്യുന്നത് വെച്ചാൽ ICSI മെത്തേഡ്, അതായത് ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ. അതായത് സ്ത്രീകളുടെ എഗ്ഗിനെ എടുത്തിട്ട് ആ എഗ്ഗിനകത്തോട്ടൊരു നിർജ്ജീവമായിട്ടുള്ള ബീജമാണെങ്കിൽ പോലും അതിനെ കടത്തി വിട്ടാൽ പ്രഗ്നൻസി ഉണ്ടാകും. അതാണ് ICSI മെത്തേഡ്. അപ്പം പുറത്ത് വെച്ച് സമ്മറി ഇതാണെന്ന് വെച്ചാൽ പുറത്ത് വെച്ച് ബീജസങ്കലനം നടത്തി ഭ്രൂണത്തിനെ ഗർഭപാത്രത്തിൽ വെക്കുക എന്നുള്ളത്. അപ്പോൾ ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് കാരണങ്ങൾ കൊണ്ടാകാം. അപ്പോൾ ഒരുപാട് കാരണങ്ങളും നമ്മൾ മിക്കപ്പോഴും അങ്ങ് ട്രീറ്റ്മെന്റ് എടുത്ത് അവർക്ക് പ്രഗ്നൻസി കിട്ടും. 1 year or 2 years അവരുടെ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കി. അപ്പം നമുക്ക് തന്നെ അറിയാം. ഇപ്പം ട്യൂബ് ബ്ലോക്ക് ആണെന്ന് നമ്മൾ ആദ്യമേ കണ്ടുപിടിച്ചാൽ വേറൊന്നും ചെയ്തിട്ട് കാര്യമില്ല. ടെസ്റ്റ് ട്യൂബ് എന്ന് പറയുന്നതാണ് IVF. കഡൻസ് ഹോസ്പിറ്റലിന്റെ അഡ്മിനിസ്ട്രേഷൻ വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയർ, സ്റ്റാഫിന്റെ ഒരു കോപ്പറേഷൻസ്, പേഷ്യൻസിനോടുള്ള അവരുടെ ഒരു ബിഹേവ്, ഇതൊക്കെ മാഡം തീർച്ചയായും അതിന്റെ ഒരു മേലാധികാരി അല്ലെങ്കിൽ ടോപ്പ് ലീഡർ എന്ന നിലയിൽ മാഡത്തിന്റെ ഐഡിയാസ് ആയിരിക്കും. എത്രത്തോളം അതെങ്ങനെയാണ് മാഡം അഡോപ്റ്റ് ചെയ്യുന്നത്? അല്ല, അപ്പോൾ ഓഫ് കോഴ്സ് എൻ്റെ ഹസ്ബൻഡാണ് അഡ്മിനിസ്ട്രേഷന്. പുള്ളി വളരെ നിർബന്ധമാണ്. നമ്മൾ പൈസ വാങ്ങിക്കുക എന്നല്ല നമ്മുടെ ലക്ഷ്യം, നല്ല സേവനം കൊടുക്കണം, ബസ് സർവീസ് കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ധാരാളം സ്റ്റാഫിനെ എടുക്കുന്നുണ്ട്. അല്ലാതെ അതിൽ ശമ്പളം കുറച്ചിട്ട് നമ്മൾ പിടിച്ചെടുക്കാം. സോ വി ടേക്ക് സോ മെനി സ്റ്റാഫ്. അപ്പം മെയിൻ്റനൻസ് നമ്മൾ അതുപോലെ ക്ലീനിങ് സ്റ്റാഫ് ഉണ്ടെങ്കിലേ ഇത്രയും പരിസരങ്ങളും ആകവും നന്നായിട്ടിരിക്കാൻ പറ്റുള്ളൂ. സോ അത് പുള്ളിക്കാരന് അതിനൊരു നന്നായിട്ട് പോകുന്നുണ്ട്. പിന്നെ രണ്ടാമത് എനിക്കും ജന്മന കിട്ടിയൊരു
നന്മയാണ്, പേഷ്യന്റിനോട് സ്നേഹത്തോടെ സംസാരിക്കുന്നതും ഇടപെടുന്നത്. അത് വളരെ എല്ലാവരും പറയും. ഡോക്ടർ ശാന്തമ്മ മാത്യുവിന്റെ അടുത്ത് ചെന്നാൽ പകുതി ഒരു പേഷ്യന്റ് ഉണ്ടാകുന്ന വേദന കൊണ്ടായിരിക്കും അവർ വരുന്നത്. കാരണം അവരുടെ മാനസികമായിട്ടുള്ളത് മറ്റ് അസുഖങ്ങളെ പോലെ അല്ലല്ലോ. ജനിച്ചത് എവിടെയാണ്? ജനിച്ചത് ഞാൻ പള്ളിപ്പാടെന്ന് പറയാം, ഹരിപ്പാടിനടുത്തുള്ള സ്ഥലം. മാഡം നേരത്തെ പറഞ്ഞു ബിക്കോസ് ബോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ പാരന്റ്സ് തന്നെയാണ് ഇതിന്റെ. കാരണം എത്രത്തോളമാണ് മാഡത്തിന്റെ മാതാപിതാക്കൾ മാഡത്തിന്റെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുള്ളത്? നന്നായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. കാര്യം എൻ്റെ ഫാദർ ഫാമറായിരുന്നു, പക്ഷെ ഫാദറിൻ്റെ അമ്മാവന്മാരൊക്കെ ഡോക്ടേഴ്സായിരുന്നു. അതുപോലെ എൻ്റെ അമ്മയ്ക്കും ജോലിയില്ല, പക്ഷെ അമ്മയുടെ ആങ്ങളമാർ ഒക്കെ ഡോക്ടേഴ്സായിരുന്നു. അപ്പോൾ അവർ നമ്മളെ കാണിച്ചു തരുന്നത്, അപ്പോൾ ഒരു കുടുംബമാകുമ്പോൾ നമുക്ക് വലിയ ആളുകളും കാണും, ചെറിയ ആളുകളും കാണും. അപ്പം ആ നല്ലതായിട്ട് ജീവിച്ചവരെയും നല്ലതായിട്ട് വന്നവരെയാണ് ചെറുത് തൊട്ട് കാണിച്ചു തരുന്നത്. അമ്മാവനെ കണ്ടോ അല്ലെ അവരെ കണ്ടോ, അവർ കാറിൽ നടക്കുന്നു, നല്ല സൗകര്യത്തിൽ നടക്കുന്നു. അപ്പം നമ്മളും അതുപോലെ വളരണമെങ്കിൽ നല്ലപോലെ പഠിക്കണം, കഠിനാധ്വാനം ചെയ്യണമെന്ന് പറഞ്ഞ് അപ്പോഴേ കൂടെ ഇരുത്തി പഠിപ്പിക്കും. ഒരു വ്യക്തി നമ്മളെ ആരാധിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ റോൾ മോഡലായിട്ടുള്ള ഒരു വ്യക്തി നമ്മൾ നേരിട്ട് കാണുകയാണ്. ആ വ്യക്തിയുടെ പേരിലുള്ള ഒരു പുരസ്കാരം നമ്മൾ തേടി വർഷങ്ങൾക്ക് ശേഷം എത്തുന്നു. ആ ഒരു ഫീലിംഗ്, അതായത് നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് ഇന്ദിരാഗാന്ധിയെ നേരിട്ട് കാണാനൊരു സാഹചര്യം ഉണ്ടാകുന്നു. അതിന് ശേഷം അത് കഴിഞ്ഞ് അവരുടെ പേരിലുള്ള സദ്ഭാവന പുരസ്കാരം വളരെ അധികം തേടിയെത്തുകയാണ് അവാർഡ്. അത് വെച്ചാൽ ഒരു വനിതയ്ക്ക്, ഒരു മഹിളയ്ക്ക് കൊടുക്കുന്ന ഒരു പുരസ്കാരമാണ് ഇന്ദിരാഗാന്ധിയുടെ പേരിൽ. അപ്പോൾ അത് എങ്ങനെ അത് റിസീവ് ചെയ്യുമ്പോൾ മാഡത്തിൻ്റെ മനസ്സിൽ എന്തായിരുന്നു ഒരു റിസീവിങ് ആ ടൈമിൽ? അത് ജനങ്ങളത് എന്നെ അംഗീകരിച്ചല്ലോ എന്നുള്ള അതായിരുന്നു ഏറ്റവും. എനിക്ക് അവാർഡുകൾ ഒരുപാട് കിട്ടി. അപ്പം നമ്മൾ ചെയ്യുന്ന സേവനത്തിനെ മനുഷ്യർ അംഗീകരിക്കുന്നല്ലോ എന്നുള്ളത്. നമ്മൾ ചെയ്യുന്നത് പിന്നെ ദൈവം മാത്രമല്ല, മനുഷ്യരും കാണുന്നുണ്ട്. നമ്മൾ വിചാരിക്കും പുറം ലോകം നമ്മൾ ഇതിനകത്ത് നടക്കുന്ന അറിയുകയില്ല എന്ന്. അപ്പോൾ അവരറിയുന്നത് കൊണ്ടാണ്. അല്ലാതെ ഞാൻ ഇന്നത് ചെയ്തെന്നും പറഞ്ഞ് ഞാൻ ആർക്കും എഴുതിയിട്ടോ അല്ലെ ഈ അവാർഡ് കൊടുക്കുന്ന ആളുകളോടൊന്നും നമ്മൾ റിക്വസ്റ്റ് ചെയ്തതല്ല. അവർ തന്നെ അവാർഡ് അവർ പറഞ്ഞു കേട്ടതായിരിക്കും. നമ്മൾ ജനങ്ങൾ ഇവിടെ വരുന്ന പേഷ്യൻസ് തന്നെ നല്ലത് പറഞ്ഞ് കേട്ടിട്ടായിരിക്കണം. അങ്ങനെ എനിക്ക് ഒരുപാട് പുരസ്കാരം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ ചെയ്ത സേവനം ജനങ്ങൾ അംഗീകരിച്ചു. ആ സന്തോഷം. അല്ലാതെ ഇതിനകത്ത് തന്നെ അതങ്ങ് ഒതുങ്ങി നിന്നില്ല. നമ്മൾ പ്രതീക്ഷിച്ചതല്ല, പുരസ്കാരത്തിന് വേണ്ടി അല്ല നമ്മളൊന്നും ചെയ്തത്. പക്ഷെ അത് ആളുകൾ അംഗീകരിച്ചല്ലോ എന്നുള്ള സന്തോഷം.